നമസ്കാരം. പ്രധാന വാർത്തകൾ. ചെറുപ്പളശ്ശേരിയിലെ പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു നീക്കുന്നത് അനിശ്ചിതത്വത്തിൽ. കച്ചവടക്കാരിൽ ഒരാൾ ഒഴിയാൻ തയ്യാറാവാതെ കോടതിയെ സമീപിച്ചതാണ് പ്രശ്നം. പദ്ധതി വൈകിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് കൗൺസിലിൽ വിമർശനം. കുലാമന്തോൾ ബസ് സ്റ്റാൻഡ് റൺവേയും അനുബന്ധ സൗകര്യങ്ങളും 2 വർഷത്തിനു ശേഷം ഗ്രാമപഞ്ചായത്തിന് കൈമാറും. ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിന്റെ 18ാം വാർഷികം 30-ന് ശനിയാഴ്ച വൈകിട്ട് ആഘോഷിക്കുമെന്ന് ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് കമ്മിറ്റി ഭാരവാഹികൾ. കോംപ്ലക്സ് കമ്മിറ്റിയെ പലരും തെറ്റായി വ്യാഖ്യാനിച്ചുവെന്നും ഭാരവാഹികൾ. ഓണം വൈബാക്കി വിദ്യാലയങ്ങൾ. കൊട്ടും പാട്ടും കളികളുമെല്ലാമായി വിദ്യാലയങ്ങളിൽ ഗംഭീര ഓണാഘോഷം. ഓണം അവധിക്ക് വിദ്യാലയങ്ങൾ അടച്ചു. ഒറ്റപ്പാലത്തും ഗണേശോത്സവം ആഘോഷിച്ചു. താലൂക്ക് ഗണേശോത്സവ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന നിമഞ്ജന ഘോഷയാത്ര ഭക്തിസാന്ദ്രമായി. ഗണേശ വിഗ്രഹങ്ങൾ ഭാരതപ്പുഴയിൽ നിമഞ്ജനം ചെയ്തു. LDF സർക്കാർ മദ്യനയം തിരുത്തണമെന്ന് കേരള മദ്യനിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് ഇയാച്ചേരി രാമചന്ദ്രൻ. രാസലഹരിയാണ് പ്രശ്നമെന്ന് വരുത്തി തീർത്ത് മദ്യവ്യാപാരം സർക്കാർ കൊഴുപ്പിക്കുകയാണെന്നും ഇയാച്ചേരി രാമചന്ദ്രൻ. വിശദമായ വാർത്തകളിലേക്ക്. ചെറുപ്പളശ്ശേരിയിലെ പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു നീക്കുന്നത് അനിശ്ചിതത്വത്തിൽ. കെട്ടിടം പൊളിച്ചു നീക്കുന്നതിനെതിരെ കെട്ടിടത്തിലെ ഒരു കച്ചവടക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചതാണ് കാരണം. മറ്റു കച്ചവടക്കാരെല്ലാം ഒഴിഞ്ഞുപോയിട്ടുണ്ട്. പദ്ധതി വൈകിപ്പിക്കാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിൽ നടക്കുന്നതെന്ന് കൗൺസിലറിൽ വിമർശനമുയർന്നു. കാലപ്പഴക്കത്താൽ ജീർണിച്ചാവസ്ഥയിലായ ചെറുപ്പശ്ശേരിയിലെ പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു നീക്കാൻ നഗരസഭ തീരുമാനമെടുത്തിരുന്നു. പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജ് നടത്തിയ പരിശോധനയിൽ കെട്ടിടത്തിന് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടെന്നും അപകടാവസ്ഥയിലാണെന്നും ചൂണ്ടിക്കാണിച്ച് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു നീക്കാൻ തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി ഒഴിഞ്ഞുപോകാൻ കെട്ടിടത്തിലെ കച്ചവടക്കാർക്ക് നഗരസഭ നിർദ്ദേശം നൽകുകയും കെട്ടിടത്തിലെ കാർത്തിക മെഡിക്കൽസ് ഉടമ ഗോപിനാഥൻ ഒഴികെയുള്ള മറ്റ് കച്ചവടക്കാരെല്ലാം ഒഴിഞ്ഞു പോവുകയും ചെയ്തിരുന്നു. തുടർന്ന് 24 മണിക്കൂറിനകം ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ട് നഗരസഭ ഇയാൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു. എന്നാൽ കെട്ടിടത്തിന് ബലക്ഷയമില്ലെന്നും കെട്ടിടം പരിശോധിച്ച NSS എഞ്ചിനീയറിംഗ് കോളേജിന് പരിശോധിക്കാനുള്ള അംഗീകാരം ഇല്ലെന്നും ആരോപിച്ച് ഇയാൾ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് കോടതി 2 ആഴ്ചക്കാലത്തേക്ക് കെട്ടിടം പൊളിക്കുന്നതിന് സ്റ്റേ നൽകിയത്. 2 ആഴ്ചക്കകം ഇരു കക്ഷികളും കെട്ടിടം പരിശോധിക്കാൻ അംഗീകാരമുള്ള ഏജൻസികളെ നിർദ്ദേശിക്കാനും കോടതി ഉത്തരവിട്ടു. ഈ കാലയളവിൽ കെട്ടിടത്തിന് എന്തെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിക്കുകയോ അതുമൂലമുണ്ടാകുന്ന എല്ലാ നാശനഷ്ടങ്ങൾക്കും കാർത്തിക മെഡിക്കൽസ് ഉടമ ഗോപിനാഥൻ ആയിരിക്കും ഉത്തരവാദി എന്നും കോടതി വിധിയിലുണ്ട്. വാടക ഇനത്തിൽ 28 ലക്ഷം രൂപയോളം നഗരസഭയ്ക്ക് കുടിശ്ശികയായി നൽകാനുള്ള ആളാണ് ഇയാളെന്നും മനഃപൂർവ്വം ഈ പദ്ധതി വൈകിപ്പിക്കാനുള്ള ശ്രമമാണ് ഇയാൾ നടത്തുന്നതെന്നും നഗരസഭ കൗൺസിൽ യോഗത്തിൽ ആക്ഷേപമുയർന്നു. ചെറുപ്പശ്ശേരി നഗരസഭയുടെ പഴയ ബസ് സ്റ്റാൻഡ് പുതുക്കിപ്പണിയേണ്ട സമയമായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ അതിലെല്ലാ വാടകക്കാരെയും ഒഴിപ്പിക്കാനും കൗൺസിൽ തീരുമാനിച്ചതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ കടക്കാരും ഒഴിഞ്ഞു പോയിട്ടും ഒരു കടയുടമ കോടതിയെ സമീപിച്ച് സ്റ്റേ സമ്പാദിച്ചെടുക്കുകയാണ്. ആ കടയുടമയുടെ വാദം ബസ് സ്റ്റാൻഡ് ബിൽഡിങ് ജീർണാവസ്ഥയിലല്ല എന്നാണ് ഹൈക്കോടതിയിൽ ബോധിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ആ ജീർണാവസ്ഥയിലാണ് എന്ന് സർട്ടിഫൈ ചെയ്ത ഏജൻസി അംഗീകാരമില്ലാത്ത ഏജൻസിയാണെന്നും കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ അത് എല്ലാ അംഗീകാരമുള്ള പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിലെ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ് പ്രവർത്തനരഹിതമാണെന്ന് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് അനുവദിച്ചിട്ടുള്ളത് എന്ന് കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട്. തുടർന്ന് പരിശോധന നടത്തുന്ന ഒരു പാനൽ തയ്യാറാക്കാൻ വേണ്ടി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അദ്ദേഹത്തിന് 15 ദിവസം കൂടി സാവകാശം ലഭിച്ചിട്ടാണ്. അത് കാരണം അവിടെ 100% ബസ് സ്റ്റാൻഡ് പൂട്ടിയിടുന്നതിന് ജോലി കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് എന്താർക്ക് സംഭവിച്ചാലും, ആ കെട്ടിടവുമായി ബന്ധപ്പെട്ട് എന്ത് അപകടം സംഭവിച്ചാലും അതിൻ്റെ മുഴുവൻ നഷ്ടപരിഹാരം നൽകാനുള്ള ബാധ്യതയും ഹൈക്കോടതി ഗോപിനാഥനിൽ ഏൽപ്പിച്ചുകൊണ്ടാണ് ഉത്തരവ് പുറപ്പെടുവിച്ചുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ബസ് സ്റ്റാൻഡ് അടച്ചിടാൻ കഴിയാതെ വന്നുള്ളത്. ബസ് സ്റ്റാൻഡ് അടച്ചിടാൻ പാലക്കാട് ജില്ലാ റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ നിർദ്ദേശവും നഗരസഭയിൽ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ കൂടി തീരുമാനമായതിനു ശേഷം മാത്രം അടയ്ക്കാമെന്നാണ് ഇന്നും കൗൺസിൽ ഞങ്ങൾ ചർച്ച ചെയ്ത് ആയിട്ടുള്ളത്. പ്രസ്തുത ബിൽഡിംഗ് ഓണർ കഴിഞ്ഞ കാലങ്ങളായി
വാടക ഇനത്തിൽ തന്നെ 27 ലക്ഷം രൂപ നഗരസഭയ്ക്ക് അടയ്ക്കാനുള്ളതും അതൊക്കെ തന്നെ ഹൈക്കോടതിയുടെ സ്റ്റേയുടെ ബലത്തിൽ, കേസിൻ്റെ ബലത്തിൽ അടയ്ക്കാതെ നഗരസഭ ബുദ്ധിമുട്ടിലായ വ്യക്തി കൂടിയാണ് ആ കടയുടമ എന്നറിയിക്കുകയാണ്. പുലാമന്തോൾ ബസ് സ്റ്റാൻഡ് റൺവേയും അനുബന്ധ സൗകര്യങ്ങളും 2 വർഷത്തിന് ശേഷം ഗ്രാമപഞ്ചായത്തിന് കൈമാറും. ജനകീയ കൂട്ടായ്മയിൽ രൂപം കൊണ്ട പുലാമന്തോൾ കോംപ്ലക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ നേതൃത്വത്തിൽ കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് നിർമ്മാണം പൂർത്തീകരിച്ച് 18 വർഷമായി ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് പ്രവർത്തിച്ചു വരികയാണ്. ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിന്റെ 18ാം വാർഷിക ആഘോഷം ആഗസ്റ്റ് 30 വൈകിട്ട് 4 മണിക്ക് നടക്കുമെന്ന് ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുലാമന്തോളിൽ ജനകീയ കൂട്ടായ്മയിൽ 2023 രൂപം കൊണ്ടതാണ് പുലാമന്തോൾ കോംപ്ലക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. 1 ഏക്കർ 68 സെന്റ് സ്ഥലം കമ്പനി വാങ്ങുകയും ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുകയും ചെയ്തു. സാധാരണക്കാരുടെ ചെറിയ നിക്ഷേപം സ്വരൂപിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിമാരായിരുന്ന ചെർക്കളം അബ്ദുള്ള പദ്ധതിയുടെ ശിലാസ്ഥാപനം നടത്തിയപ്പോൾ പാലോളി മുഹമ്മദ് കുട്ടിയായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത്. 2007 മെയ് 25 പുലാമന്തോൾ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഉദ്ഘാടനം. ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം നൽകണമെന്ന ഉദ്ദേശത്തോടെ കമ്പനി പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൽ സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചെന്ന് പുലാമന്തോൾ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇത് മാത്രമല്ല, ഈ കമ്പനിയുടെ പ്രധാനപ്പെട്ട ആദ്യ പ്രവർത്തനവും പ്രധാനപ്പെട്ട പ്രവർത്തനവുമായിട്ടുള്ള ഈ ഒരു ബസ് സ്റ്റാൻഡ് നിർമ്മാണം എല്ലാവർക്കും അറിയാവുന്നതുപോലെ, ഒരു ബസ് സ്റ്റാൻഡ് ലൈവാക്കണമെങ്കിൽ ആ ബസ് സ്റ്റാൻഡിൽ ജനങ്ങൾ വരണമെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സർവീസ് അവിടെ വേണം. അപ്പോൾ ഈ കമ്പനി ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് ഒരു ലാഭം കിട്ടുന്ന കേന്ദ്രമായി കാണാതെ, എല്ലാവർക്കും നിക്ഷേപത്തിന് ലാഭം കിട്ടണം, എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ അതോടൊപ്പം തന്നെ അതിനേക്കാൾ ഇവിടെ മെച്ചപ്പെട്ട സർവീസ് ജനങ്ങൾക്ക് കൊടുക്കണം എന്ന താല്പര്യത്തോടുകൂടെ പ്രവർത്തിക്കുകയും അതുകൊണ്ട് നിരവധി സർക്കാർ, അർദ്ധ സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ കമ്പനിയുടെ കൂടെ ശ്രമഫലമായിട്ട് നമുക്ക് സാധ്യമായിട്ടുണ്ട്. ഇവിടുത്തെ ജനപ്രതിനിധികളുണ്ടായിട്ടുണ്ട്, ഭരണസമിതികളുണ്ടായിട്ടുണ്ട്, ഗ്രാമപഞ്ചായത്ത്, മറ്റ് MLA-മാർ, MP-മാർ എല്ലാവരുടെയും പിന്തുണയും ഒക്കെ ഉണ്ടായിരുന്നു, സർക്കാരിൻ്റെ ഒക്കെ. പക്ഷേ നമുക്കറിയാം, ഒരു സംഗതി വരണമെങ്കിൽ അതിന് പിന്നിൽ ആരെങ്കിലും അതിൻ്റെ ഒരു വർക്കായിട്ട് മുമ്പോട്ട് പോകണം, നേതൃത്വം കൊടുക്കണം. ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നടപ്പാക്കാൻ കമ്പനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മൾ അഭിമാനപൂർവ്വം അവകാശപ്പെടുന്നത്. 20 വർഷങ്ങൾക്ക് ശേഷം ബസ് സ്റ്റാൻഡും റൺവേയും അനുബന്ധ സൗകര്യങ്ങളും ഗ്രാമപഞ്ചായത്തിന് കൈമാറുമെന്നായിരുന്നു വ്യവസ്ഥ. 2 വർഷം കൂടി കഴിഞ്ഞാൽ കൈമാറ്റം ചെയ്യും. പുലാമന്തോൾ കോംപ്ലക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ 18ാം വാർഷിക ആഘോഷം ഓഗസ്റ്റ് 30 ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് നടക്കും. കമ്പനി ഓഹരി ഉടമകളിലെ മുതിർന്ന പൗരന്മാരെ ചടങ്ങിൽ മുൻ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി ആദരിക്കും. നജീബ് കാന്തപുരം MLA പരിപാടി ഉദ്ഘാടനം ചെയ്യും. കമ്പനി നിക്ഷേപകരായ സാധാരണക്കാർക്ക് കിട്ടേണ്ട തുക പോലും മാറ്റിവെച്ച് സംരംഭത്തിൻ്റെ വിജയത്തിനായി ചിലവഴിച്ചു. വില്ലേജ് ഓഫീസ് വാടകയില്ലാതെയാണ് കോംപ്ലക്സിൽ പ്രവർത്തിച്ചിരുന്നത്. ട്രഷറിയും ഗ്രാമകോടതിയും തുടങ്ങുന്നതിന് സഹായിച്ചു. എന്നിട്ട് പോലും പുലാമന്തോൾ കോംപ്ലക്സ് കമ്മിറ്റിയെ പലരും തെറ്റായി വ്യാഖ്യാനിച്ചു. ഈ സാഹചര്യത്തിലാണ് 18ാം വാർഷിക പരിപാടികൾ സംഘടിപ്പിച്ചത്. സംഘത്തെ, ഈ സമിതിയെ, ഈ ഒരു ജനക്കൂട്ടത്തെ അല്ലെങ്കിൽ ഈ ഒരു കൂട്ടായ്മയെ പലപ്പോഴും തെറ്റായിട്ട് പറയാനാണ് കുറച്ച് ആളുകൾക്ക് താല്പര്യം. കുറച്ച് ആളുകൾക്ക് അങ്ങനെയാണ് താല്പര്യം. അതായത് ഇതൊരു മാഫിയ, ഭൂമാഫിയ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാഫിയ എന്നൊക്കെ പറഞ്ഞ്, എന്താണ് ഈ മാഫിയ എന്നുള്ളത് നമുക്കറിയില്ല. മാഫിയ നമ്മളൊരു ആക്ഷേപ സ്വരത്തിലാണ് പലപ്പോഴും ഉപയോഗിക്കാറ്. പക്ഷേ ഇവിടെ എന്തുകൊണ്ടാണ് പറയുന്നത് അറിയാത്തത് കൊണ്ടാണെന്നുള്ളതാണ് നമ്മളുടെ വാദം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ സബ് ട്രഷറി, ഒരു ഉദാഹരണം പറയാട്ടോ, സബ് ട്രഷറി വർക്ക് ചെയ്യണമെങ്കിൽ അത് കൊണ്ടുവരാൻ, അതിൻ്റെ ബാക്കി കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യാൻ അന്ന് കമ്പനിക്ക് 7 ലക്ഷത്തോളം, അല്ലേ അനീഫ, 7 ലക്ഷത്തോളം രൂപ ആ ഒരൊറ്റ ഇതിനു വേണ്ടി മാത്രം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ നമ്മുടെ പോസ്റ്റ് ഓഫീസ് ആവട്ടെ, നമ്മുടെ KSFE ആവട്ടെ, മറ്റ് സ്ഥാപനങ്ങളാവട്ടെ, കോടതി 8 ലക്ഷം 6 ലക്ഷം റുപ്യ അതിനു വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഈ കമ്പനിയിൽ നിക്ഷേപിച്ച സാധാരണക്കാർക്ക് ഡിവിഡൻ്റായിട്ട് കിട്ടേണ്ട തുകയാണ്. അവിടെയാണ് പോയിന്റ്. ഈ ഡിവിഡൻ്റായിട്ട് കൊടുക്കേണ്ട തുകയാണ്, കിട്ടേണ്ട, അവർക്ക് അവകാശമാണ്. പക്ഷെ അതൊക്കെ അവകാശമൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അതൊക്കെ ഇങ്ങനെയുള്ള സംരംഭത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ആരും ഇതുവരെ എതിർപ്പ് പറഞ്ഞിട്ടില്ല. 56 പേരുണ്ട് കമ്പനിയുടെ ഷെയർ ഉടമകൾ. ആ 56 പേരും വ്യത്യസ്ത രാഷ്ട്രീയക്കാരാണ്, വ്യത്യസ്ത മതജാതി ഇതിൽ പ്രവർത്തിക്കുന്നവരാണ്. എല്ലാ നിലയിലും വ്യത്യസ്തരായ ആളുകളാണ് അതിനകത്തുള്ളത്. പക്ഷെ ഒരു കൂട്ടായ്മയിൽ സഹകരിക്കുക എന്ന മനസ്സോടുകൂടിയാണ് ഇതിൻ്റെ പിന്നിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതൊരു നല്ല കൂട്ടായ്മയാണ്, നല്ല പ്രവർത്തനമാണ് എന്നുള്ളത് ഞങ്ങൾ പലപ്പോഴും പറയണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ഇപ്പുറത്തേക്കുള്ള ആക്ഷേപവും ആരോപണങ്ങളും വരുമ്പോൾ പിന്നെ
എന്തെങ്കിലുമൊക്കെ പറയട്ടെ, അനുഭവിക്കട്ടെ, അവർ മനസ്സിലാക്കട്ടെ എന്ന നിലയിലാണ് നമ്മൾ നിൽക്കാറുള്ളത്. അപ്പോൾ എപ്പോഴെങ്കിലും ഇതൊക്കെ ഒന്ന് പറയണം. അതുകൊണ്ടാണ് ഞങ്ങൾ 18ാം വാർഷികം വെച്ച് ആളുകളൊക്കെ സംഘടിപ്പിച്ച് ഇതിന് സഹായിച്ച ആളുകളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു വാർഷികം ആഘോഷിക്കുക, ആചരിക്കുക എന്ന നിലയിലേക്ക് അങ്ങനെ ഒരു തീരുമാനം പോയത്. കമ്പനിയിലെ 56 പേരുടെ നിക്ഷേപത്തിന്റെ ലാഭവിഹിതം തിരിച്ചു നൽകാൻ സാധിച്ചതായി ഡയറക്ടർമാർ വ്യക്തമാക്കി. കോംപ്ലക്സ് കമ്മിറ്റിയുടെയും ഗ്രാമപഞ്ചായത്തിന്റെയും ഇടപെടലിന്റെ ഭാഗമായി 1 വർഷം മുമ്പ് ബസ് സ്റ്റാൻഡിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിച്ചു. 2007 ഉദ്ഘാടനം ചെയ്തതു മുതൽ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറേണ്ടതായിരുന്നു. എന്നാൽ കോടതിയിലെ കേസ് കാരണം അത് നീണ്ടുപോയി. ഇപ്പോൾ കോടതി അനുകൂല വിധിയുടെ അടിസ്ഥാനത്തിൽ സ്റ്റാൻഡിൽ ബസ്സുകൾ കയറുന്നുണ്ട്. ആർഗ്യുമെന്റും തള്ളിക്കൊണ്ടാണ്, ഇതൊന്നും സസ്റ്റൈനബിൾ അല്ല എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക്. അതുകൊണ്ട് അവർക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് ഒരു അപ്പീലിന് പോലും സാധ്യത ഇല്ലാത്ത രീതിയിൽ. പക്ഷേ ദൗർഭാഗ്യകരം എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രോസസ്സിന് 20 കൊല്ലെടുത്തു. ശരിക്കും പിറ്റേ ദിവസം ഓപ്പണായ 2007 മെയ് 25 ഓപ്പണായപ്പോൾ 26 നമുക്ക് ബസ് കയറേണ്ടതാണ്. പക്ഷേ ഇതിൽ ചെറിയ ചെറിയ സ്വാർത്ഥ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ അവർക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം ബസ്സുകാർക്ക്. കാരണം ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകാനുള്ളൊരു 3 മിനിറ്റായിട്ട് പറഞ്ഞു. അതെല്ലാം ഇവരെ ഒരു മീറ്റിംഗ് പഞ്ചായത്ത് ഓഫീസിൽ 2 കൊല്ലം മുന്നേ ചേർന്നതാണ്. RTO, പോലീസിൻ്റെ അധികാരികൾ എല്ലാവരും ചേർന്ന് പഞ്ചായത്ത് മീറ്റിംഗ് പ്രകാരം അവർ അംഗീകരിച്ച് പോയതാണ്. അതിന് ശേഷമാണ് പിന്നെ അവരിങ്ങനൊരു കേസ് കൊടുത്ത് പിന്നെയും ഡിലേഡ് ആക്കിയത്. എന്നാലും അത് നടന്നു എന്നുള്ള സന്തോഷത്തിലാണ് ശരിക്കും നമ്മളിപ്പോൾ. ബുലാമന്തോൾ കോംപ്ലക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ചെയർമാൻ ഡോക്ടർ VM വാസുദേവൻ, മാനേജിംഗ് ഡയറക്ടർ P മുഹമ്മദ് ഹനീഫ, വൈസ് ചെയർമാൻ സലീം കുരുവമ്പലം, ഡയറക്ടർമാരായ ചന്ദ്രമോഹനൻ, PTS മൂസു, K അബ്ദുറഹ്മാൻ, ജമാൽ മാസ്റ്റർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 20 വർഷക്കാലം ഈ കമ്പനി തന്നെ ഈ കോംപ്ലക്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ട്, ബസ് സ്റ്റാൻഡ് മെയിൻറ്റെയിൻ ചെയ്ത് ഗ്രാമപഞ്ചായത്തിന് കൈമാറണമെന്നാണ് നമ്മുടെ തമ്മിലുള്ള എഗ്രിമെൻറ്റ്, ഗ്രാമപഞ്ചായത്തോടുള്ള എഗ്രിമെൻറ്റ്. അപ്പോൾ അതിന് 1-2 വർഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനു മുമ്പ് നേരത്തെ ഇങ്ങനെ ഒക്കെ പറയുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യേണ്ടതായിരുന്നെങ്കിലും അതൊന്നും നമ്മളങ്ങനെ പരിപാടികൾ വെച്ചിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ അത് ഒന്നും കൂടെ നിലവിലുള്ള ബസ് സ്റ്റാൻഡ് ഒന്നും കൂടെ സ്ട്രെങ്തൻ ചെയ്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ ഊർജിതപ്പെടുത്തി ബസ്സുകൾ കയറാൻ ആവശ്യമായിട്ടുള്ള കോടതി ഉത്തരവ് നമ്മളെല്ലാം കോടതി ഉത്തരവ് സംഘടിപ്പിച്ചത്, നമുക്കെതിരെ കേസ് കൊടുത്തപ്പോൾ നമ്മളത് കൗണ്ടർ ചെയ്ത് കൊടുത്തു. അത് കമ്പനിക്ക് അനുകൂലമായി വന്നു. ബസ് കയറണം എന്നുള്ള നിലയിൽ കോടതിയുടെ വിധിയുണ്ടായി. അപ്പോൾ ബസ്സൊക്കെ കയറിയിട്ട് വളരെ നന്നായിട്ട് ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ മലപ്പുറത്ത് നടക്കുന്ന കേരള മദ്യ നിരോധന സമിതി സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണ വിളംബര ജാഥയ്ക്ക് പെരിന്തൽമണ്ണയിൽ സ്വീകരണം നൽകി. LDF സർക്കാർ മദ്യനയം തിരുത്തണമെന്ന് സംസ്ഥാന പ്രസിഡന്റ് ഇയാച്ചേരി കുഞ്ഞികൃഷ്ണൻ ആവശ്യപ്പെട്ടു. സെപ്റ്റംബർ 1 മലപ്പുറത്ത് നടക്കുന്ന കേരള മദ്യനിരോധന സമിതിയുടെ 47ാം സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണ വിളംബര ജാഥയാണ് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തിയത്. മലപ്പുറത്ത് തുടരുന്ന കേരള മദ്യനിരോധന സമിതിയുടെ അനിശ്ചിതകാല സമരം 3 വർഷം പിന്നിട്ട സാഹചര്യത്തിലാണ് മലപ്പുറത്ത് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച വിളംബര ജാഥയ്ക്ക് പെരിന്തൽമണ്ണയിൽ കോടതിപ്പടിയിൽ സ്വീകരണം നൽകി. LDF സർക്കാർ മദ്യനയം തിരുത്തണമെന്ന് കേരള മദ്യനിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് ഇയാച്ചേരി കുഞ്ഞികൃഷ്ണൻ ആവശ്യപ്പെട്ടു. കേരള മദ്യനിരോധന സമിതിയുടെ 47ാം വാർഷിക സമ്മേളനവും മലപ്പുറത്ത് രണ്ടും കൽപ്പിച്ച് തുടരുന്ന 2 വർഷം പിന്നിട്ട് 3ാം വർഷത്തിലേക്ക് കടക്കുന്ന അനിശ്ചിതകാല മദ്യനിരോധന സമരവും ആണ് ഞങ്ങളുടെ പ്രചാരണ വിഷയം. ഇന്നത്തെ ദീർഘമായി പറയുന്നില്ല. എല്ലാവരും MDMA ആണ് ഭയപ്പെടുത്തുന്നത്. MDMA ഭീകരമാണ്, രാസലഹരികളാണ് പ്രശ്നമെന്ന് സർക്കാർ പറഞ്ഞു നടക്കുക. യഥാർത്ഥത്തിൽ രാസലഹരികളെക്കാൾ ഭീകരമാണ് കേരളത്തിലെ മദ്യഭരണകൂടം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മദ്യം കൊണ്ട് മാത്രമാണ് ഈ രാജ്യം തകർക്കുന്നത്. മറ്റ് ലഹരികളെ പറഞ്ഞ് പേടിപ്പിക്കുകയും ഈ മദ്യവ്യാപാരം കൊഴിപ്പിക്കുകയാണ് ഈ സർക്കാരിൻ്റെ ലക്ഷ്യം. അതൊരു കൊടും ചതിയാണ്. ജനങ്ങൾ തിരിച്ചറിയണം. എപ്പോഴെങ്കിലും 1, 2, 3, 4, 5 ദിവസം ആവർത്തിക്കുമ്പോൾ മദ്യം ഒരാളെ ആകർഷിക്കുകയാണ്, അടിമയാക്കുക. ഒരിക്കൽ ഉപയോഗിക്കുന്നതുകൊണ്ട് MDMA തകർക്കുക. പക്ഷേ മദ്യം വ്യാപകമാക്കി മദ്യത്തിൻ്റെ അടിമകളുണ്ടാക്കി സർക്കാരും അവരുടെ മുഖ്യ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പണം തട്ടി ഇപ്പോൾ ഓണത്തിന്, വിഷുവിന്, അതുപോലെ ഈസ്റ്ററിന്, എല്ലാ ആഘോഷങ്ങൾക്കും എന്താ അവിടെ വരാൻ പോകുന്നത്? ഓണാഘോഷമല്ല, മദ്യത്തിൻ്റെ ആഘോഷമാണ്. കണക്ക് നമുക്കറിയാം. അതുകൊണ്ടാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ സഞ്ചരിക്കുന്നത്. പെരിന്തൽമണ്ണ താലൂക്ക് പ്രസിഡന്റ് റവറന്റ് ഫാദർ ഡോക്ടർ വിക്ടർ ജെ, സെക്രട്ടറി ഫസൽ തിരൂർക്കാട്, പ്രൊഫസർ ഡോക്ടർ വിൻസെന്റ് മാളിയക്കൽ, പ്രൊഫസർ TM രവീന്ദ്രൻ, K സിദ്ദിഖ് മൗലവി ഐലക്കാട്, പ്രൊഫസർ OJ ചിന്നമ്മ, സൈത്രം രാജീവൻ, റിട്ടയർഡ് SI ചന്ദ്രൻ, സത്താർ ആനമങ്ങാട്, ഇസ്മായിൽ മാസ്റ്റർ, PPA നാസർ, ഐവ ഷബീർ എന്നിവർ പ്രസംഗിച്ചു.
കുളത്തൂരിലും മക്കരപ്പറമ്പിലും ജാഥയ്ക്ക് സ്വീകരണം നൽകി. കേരളം ഇന്നോളം കണ്ടിട്ടില്ലാത്ത ഒരു മദ്യപ്രളയമാണ് ഇവിടെ LDF സർക്കാർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും കുടുംബവും നാടും വീടുമെല്ലാം മദ്യപ്രളയത്തിൽ മുങ്ങി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭരണാധികാരി ചെയ്യേണ്ടത് പ്രജകളുടെ ക്ഷേമമാണ്, അവൻ്റെ ആരോഗ്യമാണ്, അവൻ്റെ ബുദ്ധി സംരക്ഷിക്കലാണ്, അവൻ്റെ സംസ്കാരത്തെ, അവൻ്റെ വിദ്യാഭ്യാസത്തെ എല്ലാം സംരക്ഷിക്കേണ്ട ഭരണാധികാരികളാണ് മദ്യഭരണ ഭീകരത കൊണ്ട് കേരളത്തെ മുടിച്ചുകൊണ്ടിരിക്കുന്നത്. കുമരമ്പത്തൂർ ഒല്ലിപ്പുഴ സംസ്ഥാനപാത മലയോര ഹൈവേയായി ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചുവെങ്കിലും കുണ്ടും കുഴിയും കാരണം യാത്ര അതീവ ദുഷ്കരമാണ്. പ്രവൃത്തി നടക്കുന്ന പാതയായതിനാൽ കുഴികൾ അടയ്ക്കാൻ ബന്ധപ്പെട്ടവർ ആരും തയ്യാറാകുന്നില്ല. എന്നാൽ കൺമുന്നിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാതിരിക്കാൻ തന്നാൽ കഴിയും വിധം കുഴികൾ അടയ്ക്കുന്ന വ്യക്തിയുടെ ദൃശ്യവും അലനല്ലൂർ കുളപ്പറമ്പ് ഭാഗത്തു നിന്നും ഞങ്ങൾ കണ്ടു. കോട്ടുപ്പാടം ടൗൺ പരിസരം മുതലാണ് മലയോര ഹൈവേയുടെ പ്രവൃത്തികൾ ആരംഭിച്ചത്. ഇരുവശത്തെയും അഴുക്കുചാൽ നിർമ്മാണമാണ് ആദ്യഘട്ടമായി നടന്നുവരുന്നത്. കോട്ടുപാടം കഴിഞ്ഞ് അത്താണിപ്പടി, കാട്ടുകുളം ഭാഗങ്ങളിലാണ് നിലവിൽ പ്രവൃത്തികൾ നടക്കുന്നത്. അഴുക്കുചാൽ നിർമ്മാണം നടക്കുന്നതോടൊപ്പം പാതയിലെ കുഴികളും നിരത്തുന്നുണ്ട്. എന്നാൽ അലനല്ലൂർ മുതൽ ഉച്ചാരക്കടവ് വരെയുള്ള ഭാഗം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. വലിയ കുഴികളും ഉരുളൻ കല്ലുകളും യാത്ര അതീവ ദുഷ്കരമാക്കുന്നു. വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും കേടുപാടുകൾ സംഭവിക്കുന്നതും നിത്യകാഴ്ചയാണ്. കൺമുന്നിൽ അപകടം ഒഴിവാക്കാൻ ഒരാൾ പാതയുടെ വശത്തു നിന്നും മണ്ണ് വെട്ടി കുഴികളടയ്ക്കുന്ന കാഴ്ചയും കുളപ്പറമ്പിൽ നിന്നും ഞങ്ങൾ കണ്ടു. ഒരു ലോഡ് കൊണ്ട് പോലും നികത്താൻ കഴിയാത്ത അത്രയും വലുപ്പത്തിലുള്ള കുഴികൾ ഈ ഭാഗങ്ങളിലുണ്ട്. മണ്ണാർക്കാട് മഞ്ചേരി പ്രധാന പാത ഇതാണ്. പാലക്കാട് ഭാഗത്തു നിന്നും നിലമ്പൂർ, വയനാട് തുടങ്ങിയ ഭാഗങ്ങളിലേക്കും ഈ വഴി എളുപ്പമായതിനാൽ നിരവധി വാഹനങ്ങൾ രാവും പകലും ഇതുവഴി പോകുന്നുണ്ട്. ഗണേശ വിഗ്രഹങ്ങളും ഗണേശ സ്തുതികളും നിറഞ്ഞ അന്തരീക്ഷത്തിൽ ഒറ്റപ്പാലത്ത് ഗണേശോത്സവം അതിവിപുലമായി ആഘോഷിച്ചു. ഒറ്റപ്പാലം താലൂക്ക് ഗണേശോത്സവ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന നിമജ്ജന ഘോഷയാത്ര പട്ടണത്തെ ഭക്തിസാന്ദ്രമാക്കി. പതിനൊന്ന് തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിൽ നിന്നുള്ള ഗണേശ വിഗ്രഹങ്ങൾ വഹിച്ചുള്ള ഘോഷയാത്രകൾ ഉച്ചയോടെ പുറപ്പെട്ടു. ഊട്ടുപുര ഗണപതി ക്ഷേത്രത്തിൽ സംഗമിച്ച ശേഷം മഹാഘോഷയാത്രയായി ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിലെ വേദിയിലേക്കെത്തി. 200ഓളം ഗണേശ വിഗ്രഹങ്ങൾ ഘോഷയാത്രയിൽ അണിനിരന്നു. ബസ് സ്റ്റാൻഡിൽ നടന്ന പൊതുസമ്മേളനം ജൂന അഖാഡ പരംപൂജ്യ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് ഉദ്ഘാടനം ചെയ്തു. ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉണർന്നറിയിക്കേണ്ട ഓരോ സന്ദർഭങ്ങളിലും നമ്മുടെ ദേശം, നമ്മുടെ സമാജം, നമ്മുടെ സംസ്കൃതി അതിൻ്റെ ഊർജം സംഭരിച്ചത് സനാതനധർമ്മത്തിൻ്റെ, ഹൈന്ദവധർമ്മത്തിൻ്റെ ആഴങ്ങളിൽ നിന്നാണ്. ഇവിടെ അധ്യക്ഷ പ്രസംഗത്തെ സൂചിപ്പിച്ചു, നമ്മുടെ ദേശം വലിയ രീതിയിലുള്ള വൈദേശികാധിപത്യത്തിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ മുഴുകിപ്പോയ ഘട്ടത്തിൽ പൊതുവായുള്ള സാമൂഹികമായിട്ടുള്ള എല്ലാ കൂടിച്ചേരലുകളും വിലക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ RSS പാലക്കാട് വിഭാഗ് സഹസംഘചാലക് അഡ്വക്കേറ്റ് ജയറാം അധ്യക്ഷനായി. RSS അഖില ഭാരതീയ സംയോജക് പഞ്ചാപ്രവാഹ് ജയ നന്ദകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ ആശംസാ പ്രസംഗം നടത്തി. 2G സ്പെക്ട്രത്തിന് നേതൃത്വം കൊടുത്ത ആ പഴയ DMK സംഘടനയുടെ ചുക്കാൻ പിടിച്ചുകൊണ്ട് തമിഴ്നാടിന്റെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന ഹിന്ദുവിന്റെ സനാതന ബോധത്തിന്റെ കടക്കൽ കത്തിവെക്കാൻ തീരുമാനമെടുത്തിട്ടുള്ള സ്റ്റാലിനും ചേർന്നുകൊണ്ട് അങ്ങ് ശബരിമലയിൽ അയ്യന്റെ സന്നിധിയിൽ ഒരു സമ്മേളനം നടത്താൻ തീരുമാനിച്ചാൽ നമ്മൾ കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയുമോ? സ്വാഗത സംഘം ജനറൽ സെക്രട്ടറി P. അരവിന്ദൻ, ഗണേശ സേവാ സമിതി കോർഡിനേറ്റർ KP സന്തോഷ്, താലൂക്ക് ജോയിന്റ് സെക്രട്ടറി S. സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഘോഷയാത്രയ്ക്ക് ശേഷം വൈകിട്ട് മായന്നൂർ കടവിൽ ഗണേശ വിഗ്രഹങ്ങൾ നിമജ്ജനം ചെയ്തു. നാട്ടിലെങ്ങും ഓണം വൈബ്. വർണ്ണാഭമായ പരിപാടികളോടെ വിദ്യാലയങ്ങളിൽ ഓണം ആഘോഷിച്ചു. 10 ദിവസത്തെ ഓണാവധിക്കായി വിദ്യാലയങ്ങൾ വെള്ളിയാഴ്ച അടച്ചു.
ഓണാവധിക്ക് മുമ്പ് സ്കൂളുകളിൽ വിപുലമായ ഓണാഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികളും അധ്യാപകരും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. പെരിന്തൽമണ്ണ പ്രസന്റേഷൻ സ്കൂളിൽ 3 ദിവസങ്ങളിലായാണ് ഓണാഘോഷ പരിപാടികൾ നടന്നത്. പ്രധാനാധ്യാപിക പ്രിൻസി ജോസ് വിദ്യാർത്ഥികൾക്ക് ഓണ സന്ദേശം നൽകി. നിരവധി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മുടെ പൈതൃകത്തിൻ്റെ ഭാഗമാണ്. ഈ ആഘോഷങ്ങൾ നമ്മുടെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും ഒന്നിപ്പിക്കുകയും പരസ്പരം സ്നേഹവും ബഹുമാനവും വളർത്തുകയും ചെയ്യുന്നു. പഴയ തലമുറ പുതിയ തലമുറയെ നന്മയുടെ പാഠങ്ങൾ പഠിപ്പിക്കുവാനും ക്ഷമിക്കുവാനും ഉള്ളത് പങ്കുവയ്ക്കുവാനും ഉത്സാഹം നിലനിർത്തുവാനും മുതിർന്നവരെ വണങ്ങുവാനും എല്ലാം ഈ ഉത്സവം നമ്മെ ശീലിപ്പിക്കുന്നു. അതിലുപരി പ്രകൃതിയെ ജീവിതമൂല്യമായി ചേർത്ത് നിർത്തുവാനും അമ്മയായി കണ്ട് ആദരിക്കുവാനും പ്രകൃതി തരുന്ന വിഭവങ്ങൾ എളിമയോടെ സ്വീകരിക്കുവാനും നമ്മെ പഠിപ്പിക്കുന്നു. PTA പ്രസിഡന്റ് അമൃത സന്തോഷ്, വൈസ് പ്രസിഡന്റ് ഹസീന സാദിഖ് തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്ക് വിവിധ ഗെയിമുകളും മത്സരങ്ങളും നടത്തി. സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും PTA നേതൃത്വത്തിൽ പായസം വിതരണം ചെയ്തു. വെള്ളിയാഴ്ച ഓണാഘോഷ പരിപാടികൾ അവസാനിച്ചതോടെ ഓണാവധിക്കായി വിദ്യാലയങ്ങൾ അടച്ചു. സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെയാണ് ഇപ്പോൾ ഓണാഘോഷം ഗംഭീരം. പുലിക്കളി, വടംവലിയൊക്കെയുള്ള പരിപാടികളുമായി വലിയ ഓളം തീർത്താണ് ഓണാവധിക്ക് സ്കൂളുകൾ അടച്ചത്. വിദ്യാലയങ്ങളിൽ ഓണാഘോഷം വിപുലമായ പരിപാടികളോടെയാണ് നടത്തിയത്. പൂക്കളമൊരുക്കിയും ഓണക്കളികൾ സംഘടിപ്പിച്ചുമായിരുന്നു ഓണാഘോഷം. മാവേലിയുടെ വേഷം കെട്ടി വിദ്യാർത്ഥികൾ ക്ലാസ് മുറികളിലൂടെ പര്യടനം നടത്തി. പുലിക്കളി, വടംവലി ഉൾപ്പെടെയുള്ള പരിപാടികളും ഉണ്ടായിരുന്നു. ഓണസദ്യയും ഒരുക്കിയിരുന്നു. കൊപ്പം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ശിങ്കാരിമേളം ഉൾപ്പെടെയുള്ള പരിപാടികളോടെയായിരുന്നു ഓണാഘോഷം. നടുവട്ടം ഗവൺമെൻറ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉറിയടി, മാവേലിയുടെ പര്യടനം ഉൾപ്പെടെയുള്ള പരിപാടികൾ ഒരുക്കി. വിളയൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ പൂക്കള മത്സരം ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചു. പട്ടാമ്പി ഗവൺമെൻറ് ഹൈസ്കൂൾ, ഗവൺമെൻറ് UP സ്കൂൾ എന്നിവിടങ്ങളിലും ആഘോഷ പരിപാടികൾ ഗംഭീരമായി.
ഇടവേള. വാർത്തകൾ തുടരുന്നു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കുമരമ്പത്തൂർ വില്ലേജ് സമ്മേളനം സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് കെ ഓമന ഉദ്ഘാടനം നിർവഹിച്ചു. കുമരമ്പത്തൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ ജില്ലാ പ്രസിഡന്റ് കെ ഓമന പതാക ഉയർത്തി. 50% സംവരണം CPM പാർലമെന്റിൽ ഉന്നയിക്കാറുണ്ടെങ്കിലും കേന്ദ്രം ഭരിച്ച കോൺഗ്രസോ BJPയോ സ്ത്രീകളെ അംഗീകരിക്കുന്ന പാർട്ടിയല്ലെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു. നമ്മൾ എല്ലാ വർഷവും ഈ 33% സംവരണം ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ സമരം ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നടപ്പിലാക്കാൻ കഴിയുന്നുണ്ടോ? എന്തുകൊണ്ട് കഴിയുന്നില്ല? ഇന്ത്യ രാജ്യം കാലങ്ങളോളം ഭരിച്ചത് കോൺഗ്രസും ഇപ്പൊ 11 വർഷം ഭരിക്കുന്നത് BJPയുമാണ്. ഒരിക്കലും കോൺഗ്രസും BJPയും സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിയമങ്ങൾ നടപ്പിലാക്കില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാവണം. അത് എന്തുകൊണ്ട് ഇപ്പൊ പാർലമെന്റിൽ നമ്മൾക്കറിയാം, ഒന്നാം UPA സർക്കാർ ഭരിക്കുന്ന കാലത്ത് അന്ന് നമ്മുടെ അഖിലേന്ത്യാ നേതാവായിട്ടുള്ള സഖാവൃന്ദ കരണ്ട് പാർലമെന്റിൽ ശബ്ദിച്ചതിന്റെ ഭാഗമായി നമ്മൾക്ക് തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. KG കമലം അധ്യക്ഷത വഹിച്ചു. രക്തസാക്ഷി പ്രമേയം ബീന സുരേഷ്, അനുശോചന പ്രമേയം ജംഷീല ഉസ്മാനും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി P. പങ്കജവല്ലി, ജില്ലാ കമ്മിറ്റി അംഗം P. ബിന്ദു, PK ലീല, K. സ്മിത, P. പത്മാവതി, C. വിനീത എന്നിവർ പ്രസംഗിച്ചു. കുമരമ്പത്തൂർ വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റായി KG കമലത്തെയും സെക്രട്ടറിയായി K. സ്മിതയെയും ട്രഷററായി C. വിനീതയെയും സമ്മേളനം തിരഞ്ഞെടുത്തു. കുമരമ്പത്തൂർ നെച്ചുള്ളി ഗവൺമെന്റ് ഹൈസ്കൂളിൽ വർണ്ണക്കൂടാരം ഉദ്ഘാടനം ചെയ്തു. SSK സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി പ്രീ പ്രൈമറി കുട്ടികൾക്കുള്ള വർണ്ണക്കൂടാരം 10 ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മിച്ചത്. പഠനത്തോടൊപ്പം കളിയിലും സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിലും കുട്ടികളെ പങ്കെടുപ്പിക്കാൻ അനുകൂലമായ രീതിയിലാണ് വർണ്ണക്കൂടാരം സജ്ജീകരിച്ചിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വളരെ കൗതുകപൂർവ്വം പ്രീ സ്കൂളിലേക്ക് കടന്നു വരാനും അത്യാവശ്യം കാര്യങ്ങൾ ചിത്രം വരച്ച് അവർ അക്ഷരത്തിലേക്കും അക്കത്തിലേക്കും ഒക്കെ കടന്നു വരുന്നതിന് മുമ്പുള്ള ഒട്ടനവധി കാര്യങ്ങൾ അവരുടെ കൈകൾക്ക് ലഭ്യമാവുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇതിന്റെ സ്ഥൂല സൂക്ഷ്മ പേജുകളുടെ വികസനം തുടങ്ങി അവർക്ക് നോക്കി കണ്ട് പഠിക്കാനുള്ള ഒട്ടേറെ അവസരങ്ങൾ നൽകിയ ഈ പദ്ധതി ഏറ്റവും നന്നായി ഉപകാരപ്പെടും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രക്ഷിതാക്കൾക്ക് പഴയ കാലത്തെ പോലെ കുട്ടികൾ സ്കൂളിലേക്ക് വരുമ്പോൾ വലിയ പ്രയാസമൊന്നും ഇന്ന് അനുഭവപ്പെടുന്നില്ല. കാരണം വിദ്യാലയത്തിനകത്ത് കുഞ്ഞുങ്ങൾ കലഞ്ഞിരിക്കുന്ന രീതിയിൽ. പഞ്ചായത്ത് പ്രസിഡന്റ് രാജനാമ്പാടത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഗഫൂർ കൊൽക്കളത്തിൽ, പ്രധാന അധ്യാപകൻ PK സന്തോഷ് കുമാർ, SSK DPO PS ഷാജി, മണ്ണാർക്കാട് BRC ട്രെയിനർമാരായ കുമാരൻ, M. അബ്ബാസ്, ഫസീല, MC മനോജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പദ്ധതി പൂർത്തിയാക്കുന്നതിൽ രക്ഷിതാക്കളുടെയും മുൻ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും സജീവ സഹകരണം ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തിന് വർണ്ണക്കൂടാരം വലിയൊരു സംഭാവനയാകുമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. നെച്ചുള്ളിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത കാലത്ത് നെച്ചുള്ളിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് എല്ലാ മേഖലകളിലും. ഇനി നെച്ചുള്ളി ഗവൺമെൻറ് ഹൈസ്കൂളിലെ ഒരു പദ്ധതിയും വരാനില്ലാത്ത വിധം ബന്ധപ്പെട്ട അധികാരികൾ, സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും ഈ ഗ്രാമത്തിലെ ഈ വിദ്യാലയത്തെ പിടിച്ചുയർത്തുന്നതിലൊക്കെ എല്ലാവരുടെ ശ്രദ്ധ ഉണ്ടായിട്ടുണ്ട്. ഈ നാടിൻ്റെ അഭിമാനകരമായ ഈ വിദ്യാലയം ഈ നാടിനും നാട്ടുകാർക്കും പ്രയോജനപ്പെടുന്ന രീതിയിലാക്കാൻ വേണ്ടി സഹകരിച്ച മുഴുവൻ ആളുകളോടും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. എല്ലാവരോടും പറയാനുള്ളത്, ഈ അവസരത്തിൽ ഈ പൊതുവിദ്യാലയത്തെ ഇങ്ങനെയൊക്കെ സംവിധാനങ്ങൾ ഉണ്ടാക്കി ഉയർത്തിപ്പിടിച്ച് കൊണ്ടുവരുമ്പോൾ ഈ നാട്ടുകാരുടെ സഹായ സഹകരണങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളൊക്കെ ഈ വിദ്യാലയത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ശ്രീകൃഷ്ണപുരം മേഖല ഗണേശോത്സവ സമിതിയുടെ നേതൃത്വത്തിൽ ഗണേശോത്സവം ആഘോഷിച്ചു. കരിമ്പുഴ ക്ഷേത്രക്കടവിൽ വിഗ്രഹങ്ങൾ നിമജ്ജനം ചെയ്തു.
ഗണേശ വിഗ്രഹ നിമജ്ജനത്തിനായി പാലാരി, കടമ്പഴിപ്പുറം, പുഞ്ചപ്പാടം, ഇടപ്പള്ളി, മണ്ണമ്പറ്റ, കാഞ്ഞിരമ്പാറ, ഷെഡ്ഡുംകുന്ന്, ചന്തപ്പുര, ശരവണമഠം എന്നിവിടങ്ങളിൽ നിന്ന് ഗണേശ വിഗ്രഹ ഘോഷയാത്രകൾ കടമ്പഴിപ്പുറം ബസ് സ്റ്റാൻഡ് പരിസരത്ത് എത്തിച്ചേർന്ന് വാദ്യഘോഷങ്ങളുടെയും ഇരുചക്ര വാഹനങ്ങളുടെയും അകമ്പടിയോടെ ശോഭായാത്ര പുഞ്ചപ്പാടം, മംഗലാംകുന്ന്, തിരുവാഴിയോട് വഴി സംഗമസ്ഥാനമായ ശ്രീകൃഷ്ണപുരത്തേക്ക് എത്തിച്ചേർന്നു. തുടർന്ന് കാൽനടയാത്രയായി നിമജ്ജന ഘോഷയാത്ര കരിമ്പുഴ ക്ഷേത്രക്കടവിലെത്തി വിഗ്രഹങ്ങൾ നിമജ്ജനം ചെയ്തു. കല്ലടിക്കോട് മേഖലയിലും ഗണേശോത്സവം ആഘോഷമായി നടത്തി. വാദ്യഘോഷങ്ങളുടെ അകമ്പടിയിൽ നടന്ന മഹാശോഭായാത്രയിൽ 65ഓളം ഗണേശ വിഗ്രഹങ്ങൾ അണിനിരന്നു. ഭക്തിസാന്ദ്രമായാണ് കല്ലടിക്കോട് ഗണേശോത്സവം ആഘോഷിച്ചത്. ഗണേശ വിഗ്രഹങ്ങൾ ഭക്തിഗാനസുധ, ഭജന, ചെണ്ടമേളം, പല്ലക്ക് എന്നിവയുടെ അകമ്പടിയിൽ നഗരപ്രദക്ഷിണം നടത്തി. മഴയായതിനാൽ നിശ്ചയിച്ച സമയത്തേക്കാൾ വൈകിയാണ് പരിപാടികൾ നടന്നത്. മുണ്ടൂർ, കോങ്ങാട്, കടമ്പഴിപ്പുറം, കരിമ്പ, തച്ചമ്പാറ എന്നീ പഞ്ചായത്തുകളിൽ നിന്നായി 65ഓളം ഗണേശ വിഗ്രഹങ്ങൾ 6 മണിയോടെ കല്ലടിക്കോട് TB ജംഗ്ഷനിൽ സംഗമിച്ചു. തുടർന്ന് മഹാശോഭയാത്രയായി കല്ലടിക്കോട് മാപ്പിള സ്കൂൾ ജംഗ്ഷൻ വഴി കോണിക്കഴി സത്രങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെത്തി വലം വെച്ച് ക്ഷേത്ര പുഴക്കടവിൽ നിമജ്ജനം ചെയ്യുകയായിരുന്നു. ക്ഷേത്രത്തിലേക്ക് എത്തിയ ഗണേശ വിഗ്രഹങ്ങളെ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ താലവും വെടിക്കെട്ടുമൊരുക്കി സ്വീകരിച്ചു. മണ്ണാർക്കാട് സെന്റ് ഡൊമിനിക് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളും സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികളും അധ്യാപകരും പങ്കെടുത്തു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ഓണാഘോഷ പരിപാടിയിൽ വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. തുടർന്ന് ഓണസദ്യ, വിദ്യാർത്ഥികളുടെ കായിക മത്സരങ്ങൾ, വടംവലി തുടങ്ങിയവ നടത്തി. പ്രിൻസിപ്പൽ സിസ്റ്റർ ജോഫി, PTA പ്രസിഡന്റ് അക്ബർ, മാനേജ്മെന്റ് പ്രതിനിധികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ശ്രീകൃഷ്ണപുരം AUP സ്കൂളിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഓർമ്മയ്ക്കായി എന്താ മഹാബലി ഭരിച്ചിരുന്ന കാലം, അതിന്റെ പ്രത്യേകത എന്താ പ്രത്യേകത? അയ്യേ, അതറിയില്ലേ? മാവേലി ഭരിച്ചിരുന്ന കാലത്ത്, മാവേലി നാട് വാണിയിടും കാലം, മനുഷ്യരെല്ലാരും മക്കളെ പോരട്ടെ, മാവേലി നാട് വാണിയിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ, കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊടിവചനം, അങ്ങനെ കള്ളത്തരവും ഒന്നുമില്ലാത്ത ഇതൊരു മിത്താണ്. പരിപാടിയിൽ ക്ഷീരകർഷക അവാർഡ് ജേതാവായ മംഗലാംകുന്ന് ഇന്ദിരയെ ആദരിച്ചു. PTA പ്രസിഡന്റ് ഷാജി K. ജോർജ് അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത കർണാടക സംഗീതജ്ഞ മീര രാംമോഹൻ ഓണപ്പാട്ടുകൾ ആലപിച്ചു. സ്കൂൾ മാനേജർ സുബ്രഹ്മണ്യൻ ഓണസന്ദേശം നൽകി. സ്കൂൾ ഹെഡ് മിസ്ട്രസ് M. അരുണ, സ്കൂൾ വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ ചുണ്ടയിൽ രാജഗോപാലൻ, പ്രീ പ്രൈമറി പ്രിൻസിപ്പൽ ഉഷ, സീനിയർ അധ്യാപകൻ PM സുധീഷ്, സ്റ്റാഫ് സെക്രട്ടറി ഹമീദ് എന്നിവർ സംസാരിച്ചു. സ്നേഹപ്പൂക്കളം, വടംവലി മത്സരം, വിഭവസമൃദ്ധമായ ഓണസദ്യ, ഗാനമേള, മാവേലി വേഷം കെട്ടിയ കുട്ടികൾ എന്നിവ പരിപാടിക്ക് മാറ്റുകൂട്ടി. പട്ടാമ്പി ഓങ്ങല്ലൂർ പൊക്കുപടിയിലും വള്ളൂർ 2ാം മൈൽസിലും വാഹനാപകടം. 2 പേർക്ക് പരിക്ക് പറ്റി. പട്ടാമ്പി ഷൊർണൂർ പാതയിലെ ഓങ്ങല്ലൂർ പോക്കുപടിയിൽ കാറും ടോറസ് ലോറിയും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് അപകടമുണ്ടായത്. കാറിലുണ്ടായിരുന്ന മലപ്പുറം സ്വദേശികളായ 2 പേർക്ക് പരിക്ക് പറ്റി. ഇവരെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. കാർ പൂർണ്ണമായും തകർന്നു. പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ വള്ളൂർ 2ാം മൈൽസിൽ നിയന്ത്രണം വിട്ട വാൻ മറിഞ്ഞാണ് അപകടമുണ്ടായത്. ആളപായമില്ല. കൊപ്പം ഭാഗത്ത് നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് പോകുകയായിരുന്ന വാനാണ് മറിഞ്ഞത്. മരുന്നുകളുമായാണ് വാഹനം പോയിരുന്നത്. മഴയിൽ റോഡിൽ തെന്നി വാൻ മറിയുകയായിരുന്നുവെന്നാണ് പറയുന്നത്. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സഹകരണ ഓണവിപണി ആരംഭിച്ചു. ബാങ്കിന്റെ നെല്ലായ, വല്ലപ്പുഴ, കുലുക്കല്ലൂർ ബ്രാഞ്ചുകളിലാണ് സഹകരണ ഓണവിപണി ആരംഭിച്ചിട്ടുള്ളത്.
പലവ്യഞ്ജനങ്ങൾ ഉൾപ്പെടെ 17 ഐറ്റം സാധനങ്ങളും നേന്ത്രക്കായയും മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കിയാണ് വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണവിപണി ആരംഭിച്ചത്. വെള്ളിയാഴ്ച രാവിലെ ബാങ്കിന്റെ പേങ്ങാട്ടിയിലെ ഹെഡ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് പി ബഷീർ ഓണവിപണിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്ക് 3 പഞ്ചായത്ത് പരിമിതിയുള്ള ഒരു ബാങ്കാണ്. എല്ലാ പഞ്ചായത്തിലും ഈ ചന്ത നടത്തണമെന്ന് ബാങ്കിന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്കൊരു ഒരു പഞ്ചായത്തിൽ നടത്താനുള്ള സാധനങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ച മാതിരി 750ഓളം കാർഡിന് കൊടുക്കാനുള്ള സാധനങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് 17ഓളം ഐറ്റംസ് സബ്സിഡി സാധനങ്ങൾ, ഒരു 14ഓളം ഐറ്റംസ് സബ്സിഡി സാധനങ്ങളാണ്. 2-3 ഐറ്റംസാണ് സബ്സിഡി ഇല്ലാത്തതുള്ളൂ. എങ്കിലും ഈ പൊതു മാർക്കറ്റിൽ കിട്ടാവുന്നതിനേക്കാൾ കുറഞ്ഞ റേറ്റിൽ നമുക്ക് ഈ സാധനങ്ങൾ കൊടുക്കാൻ ബാങ്ക് തീരുമാനിച്ചിട്ടുണ്ട്. ബാങ്കിന് അതിൽ നഷ്ടം വന്നാലും ജനങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യാൻ വല്ലപ്പുഴ സർവീസ് ബാങ്ക് എന്നും മുന്നിലുണ്ടാവും. ബാങ്ക് വൈസ് പ്രസിഡന്റ് കളത്തിൽ മാന അധ്യക്ഷനായി. മുൻ പ്രസിഡന്റ് കളത്തിൽ മുഹമ്മദ് അഷ്റഫ്, ഡയറക്ടർമാരായ കെ രാജീവ്, സി അബ്ദുൽസലാം, ഇ ഉണ്ണികൃഷ്ണൻ, എം കെ റംലത്ത്, ബാങ്ക് സെക്രട്ടറി പി അഷ്റഫ് അലി, അസിസ്റ്റന്റ് സെക്രട്ടറി എ മുഹമ്മദ് മുസ്തഫ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ബാങ്കിന്റെ വല്ലപ്പുഴ, മുളയങ്കാവ് ബ്രാഞ്ചുകളിലെ ചന്തയും പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. മറ്റ് ഭാരവാഹികളും പങ്കെടുത്തു. വെളിച്ചെണ്ണയും പലവ്യഞ്ജനങ്ങളും ഉൾപ്പെടെ 17 ഐറ്റം സാധനങ്ങൾ അടങ്ങിയ കിറ്റ് 980 രൂപയ്ക്കും നേന്ത്രക്കായ കിലോ 41 രൂപ നിരക്കിലുമാണ് ബാങ്ക് ഓണവിപണിയിലൂടെ നൽകുന്നത്. സെപ്റ്റംബർ 1 മുതൽ ബാങ്കിന്റെ പേങ്ങാട്ടിയിലെ ഹെഡ് ഓഫീസിൽ വിലക്കുറവിൽ പച്ചക്കറി ചന്തയും ആരംഭിക്കുന്നുണ്ടെന്ന് പ്രസിഡന്റ് അറിയിച്ചു. അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഇത്തവണത്തെ ഓണച്ചന്ത കർക്കിടാംകുന്ന് കുളപ്പറമ്പിൽ ആരംഭിച്ചു. സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ തജുദ്ദീൻ ചന്ത ഉദ്ഘാടനം ചെയ്തു. 3000 രൂപ വിലയുള്ള ഭക്ഷ്യധാന്യ കിറ്റ് 1600 രൂപയ്ക്ക് ചന്തയിൽ നിന്നും ലഭ്യമാകും. അരി, വെളിച്ചെണ്ണ, മുളക് ഉൾപ്പെടെയുള്ള 21 ഇന പലവ്യഞ്ജനങ്ങൾ അടങ്ങിയ 3000 രൂപയുടെ കിറ്റാണ് 1600 രൂപയ്ക്ക് ചന്തയിൽ നിന്ന് ലഭ്യമാകുക. ഏതു തട്ടിലുള്ള കാർഡുടമകൾക്കും കാർഡുമായി നേരിട്ട് ചന്തയിൽ നിന്ന് കിറ്റ് ലഭിക്കും. ഒരു കാർഡിന് ഒരു കിറ്റ് എന്നതാണ് നിബന്ധന. കുളപ്പറമ്പിൽ ആരംഭിച്ച ചന്ത സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ താജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകിച്ചും ഈ ഉത്സവകാലങ്ങളിൽ കരിഞ്ചന്തയിലൂടെയും കൊഴുത്തിവെപ്പിലൂടെയും മനഃപൂർവ്വം വിലക്കയറ്റം സൃഷ്ടിച്ചുകൊണ്ട് ജനജീവിതം ദുസ്സഹമാക്കുന്ന പ്രവണതകൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇതിനൊരു തടയിടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഗവൺമെന്റിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ സഹകരണ സംഘങ്ങൾ വഴി ഇത്തരത്തിലുള്ള ഓണച്ചന്തകൾ സംഘടിപ്പിച്ചുകൊണ്ട് വില നിലവാരം പിടിച്ചു നിർത്താൻ സർക്കാർ ശ്രമിച്ചു വരുന്നത്. ആഘോഷങ്ങൾ എല്ലാവരും തുല്യമായി കൊണ്ടാടണമെന്ന ഉദ്ദേശത്തോടെയാണ് ഓരോ ആഘോഷങ്ങളിലും ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ ബാങ്ക് ചെയ്യുന്നതെന്ന് പ്രസിഡന്റ് PPK മുഹമ്മദ് അബ്ദുറഹ്മാൻ പറഞ്ഞു. ഏകദേശം 1800 പരം ഇതുപോലുള്ള കൺസ്യൂമർ ഫണ്ടിന്റെ സഹായത്തോടുകൂടിയ സഹകരണ ഓണച്ചന്തകളാണ് ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മാസം 25-ാം തീയതി മുതൽ സെപ്റ്റംബർ 4-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഈ ഓണച്ചന്തകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെ ചെറിയ രീതിയിൽ സബ്സിഡി നിരക്കിൽ അവർക്ക് ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിന്റെ ഭാഗം, സംസ്ഥാന സർക്കാരിന്റെ കാഴ്ചപ്പാടിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഈ ഒരു ഓണച്ചന്തകൾ സഹകരണ ബാങ്കുകൾ നടത്തി വരുന്നത്. ജനപ്രതിനിധികളായ പി മുസ്തഫ, വി അബ്ദുൽ സലീം, പി രഞ്ജിത്ത്, PM മധു, ബാങ്ക് വൈസ് പ്രസിഡന്റ് അബ്ദുള്ള, ഡയറക്ടർമാരായ ടി രാജകൃഷ്ണൻ, സെയ്ദ്, VT ഉസ്മാൻ, ശ്രീധരൻ, ജീവനക്കാർ, സഹകാരികൾ, ഇടപാടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. ക്ഷേമ പെൻഷൻ 3200 രൂപ ബാങ്കിന്റെ നേതൃത്വത്തിൽ വിതരണം നടത്തി വരുന്നുണ്ടെന്ന് സെക്രട്ടറി പി ശ്രീനിവാസൻ അറിയിച്ചു. നമ്മുടെ സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ നമ്മൾ 2 ദിവസമായിട്ട് വിതരണം നടത്തുന്നുണ്ട്. അപ്പൊ 3200 രൂപ പെൻഷൻ വാങ്ങിച്ച് ആ പൈസയുടെ പകുതി ഉപയോഗിച്ചുകൊണ്ട് ഈ ഭക്ഷ്യധാന്യങ്ങൾ ഉൾപ്പെടെ വാങ്ങാനുള്ള ഒരു സാമൂഹ്യ പശ്ചാത്തലം നമുക്കുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. 1500 കാർഡ് ഉടമകൾക്കുള്ള കിറ്റുകളാണ് ഉള്ളത്. വാണിജ്യ വാർത്തകൾ. പൗരാണിക കാലത്തെ ആഭരണങ്ങളുടെ വലിയ ശേഖരമൊരുക്കിക്കൊണ്ട് ഒറ്റപ്പാലം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ആർട്ടിസ്ട്രി പ്രദർശനവും വിപണനവും ആരംഭിച്ചു. വ്യാന എന്ന പുതിയ ഡിസൈനിൻ്റെ ലോഞ്ചിങ് നടന്നു. ആഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 1 വരെയാണ് ആർട്ടിസ്ട്രി ഷോ നടക്കുന്നത്.
പരമ്പരാഗത ശില്പചാതുരിയിൽ നിർമ്മിച്ചതും സമകാലിക മാതൃകയിൽ രൂപകൽപ്പന ചെയ്തതുമായ ആഭരണങ്ങളുടെ അപൂർവ കളക്ഷനുകളാണ് ആർട്ടിസ്ട്രിയിൽ ഒരുക്കിയിരിക്കുന്നത്. പരമ്പരാഗത കലാകാരന്മാരുടെ പരിശ്രമ ഫലമാണ് ആർട്ടിസ്ട്രിയിൽ പ്രദർശിപ്പിക്കുന്ന ഓരോ ആഭരണവും. സ്റ്റോർ ഹെഡ് VS ഷഫീർ ആർട്ടിസ്ട്രി ഷോയെക്കുറിച്ച് വിശദീകരിച്ചു. നമ്മുടെ ആർട്ടിസ്ട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സംഭരണ ആർട്ടിസ്ട്രി എന്നുള്ളതിൽ തന്നെ അതിൻ്റെ ഡീറ്റെയിലുണ്ട്. ആർട്ടിസ്റ്റ്, അതായത് ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു കരവിരുദ്ധത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ പ്രൊഡക്റ്റിലൊക്കെ ഞങ്ങൾക്ക് അതിൻ്റെ വ്യത്യസ്തത കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ പല രാജ്യങ്ങളിലായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഓർണമെന്റ്സിൻ്റെ കളക്ഷനാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മലബാർ ഗോൾഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോഴിക്കോട് ചെറിയൊരു ഷോറൂമുകൾ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ പല രാജ്യങ്ങളിലായി 400-ൽ പരം ഷോറൂമുകളായിട്ടാണ് നമ്മൾ നിലകൊള്ളുന്നത്. അത് ഇവിടെ ഇരിക്കുന്നതും എല്ലാത്തുമായ ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ സപ്പോർട്ടോടു കൂടി തന്നെയാണ് മലബാർ ഗോൾഡിൻ്റെ ഈ ഒരു വളർച്ച നോക്കിക്കാണുന്നത്. ഡാൻസറും മോഡലുമായ പ്രേമി മോഹൻ, ഡോക്ടർ സോണി വിനോദ്, സ്റ്റേറ്റ് ബാഡ്മിൻ്റൺ അമ്പയറും പ്ലെയറുമായ രചന ജയശങ്കർ, ഡോക്ടർ സുജിഷ, ഐശ്വര്യ ചന്ദ്രമോഹൻ നമ്പ്യാർ, ഷംസീന തുടങ്ങിയ വിശിഷ്ടാതിഥികൾ ചേർന്ന് ആർട്ടിസ്ട്രി ഷോയുടെ ഭാഗമായി പ്രൊഡക്റ്റുകൾ അവതരിപ്പിച്ചു. സ്വർണത്തിലും വജ്രത്തിലും തീർത്ത പുതിയ ഡിസൈനായ വ്യാനയുടെ ലോഞ്ചിങ് പ്രേമി മോഹൻ നടത്തി. തുടർന്ന് കേക്ക് കട്ടിങ്ങും നടന്നു. ഡയമണ്ട് ആഭരണങ്ങളുടെ അപൂർവ ശേഖരമായ മൈൻ കളക്ഷൻ, അൺകട്ട് ഡയമണ്ടുകളിൽ തീർത്ത ഇറ ബ്രാൻഡ് കളക്ഷൻസ്, അമൂല്യ രത്നക്കല്ലുകളിൽ തീർത്ത പ്രഷ്യ ബ്രാൻഡ് കളക്ഷൻ, ഭാരതീയ പാരമ്പര്യ തനിമ വിളക്കി ചേർത്ത ഡിവൈൻ ബ്രാൻഡ് ജ്വല്ലറി, ആകർഷകമായ എത്നിക്സ് ഹാൻഡ് ക്രാഫ്റ്റഡ് ജ്വല്ലറി, സോൾ ലൈഫ് സ്റ്റൈൽ ജ്വല്ലറി, സ്റ്റാർലൈറ്റ് കിഡ്സ് ജ്വല്ലറി തുടങ്ങിയ സബ് ബ്രാൻഡുകളുടെ ആഭരണ പ്രദർശനവും ആർട്ടിസ്ട്രിയിൽ ആരംഭിച്ചു. ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 1 വരെയാണ് പ്രദർശനം. CSN ട്രസ്റ്റ് ചെയർമാൻ EP ചിത്രേഷ് നായർ മുഖ്യാതിഥിയായി. സെയിൽസ് മാനേജർ മണികണ്ഠൻ, ഷോറൂം മാനേജർ സുനിൽ കുമാർ, മാർക്കറ്റിംഗ് മാനേജർ രാജേഷ് നായർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. K പ്രേംകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവി, വൈസ് ചെയർമാൻ K രാജേഷ്, ഫൗസിയ അനീഫ, കൗൺസിലർ P കല്യാണി, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിജിൻ ജോൺ ആളൂർ എന്നിവർ സംസാരിച്ചു. ഓണപ്പൂക്കളവും ഓണസദ്യയും ഉണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ചെറുപ്പളശ്ശേരിയിലെ പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു നീക്കുന്നത് അനിശ്ചിതത്വത്തിൽ. കച്ചവടക്കാരിൽ ഒരാൾ ഒഴിയാൻ തയ്യാറാവാതെ കോടതിയെ സമീപിച്ചതാണ് പ്രശ്നം. പദ്ധതി വൈകിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് കൗൺസിലിൽ വിമർശനം. കുലാമന്തോൾ ബസ് സ്റ്റാൻഡ് റൺവേയും അനുബന്ധ സൗകര്യങ്ങളും 2 വർഷത്തിനു ശേഷം ഗ്രാമപഞ്ചായത്തിന് കൈമാറും. ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിന്റെ 18ാം വാർഷികം 30-ന് ശനിയാഴ്ച വൈകിട്ട് ആഘോഷിക്കുമെന്ന് ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് കമ്മിറ്റി ഭാരവാഹികൾ. കോംപ്ലക്സ് കമ്മിറ്റിയെ പലരും തെറ്റായി വ്യാഖ്യാനിച്ചുവെന്നും ഭാരവാഹികൾ. ഓണം വൈബാക്കി വിദ്യാലയങ്ങൾ. കൊട്ടും പാട്ടും കളികളുമെല്ലാമായി വിദ്യാലയങ്ങളിൽ ഗംഭീര ഓണാഘോഷം. ഓണം അവധിക്ക് വിദ്യാലയങ്ങൾ അടച്ചു. ഒറ്റപ്പാലത്തും ഗണേശോത്സവം ആഘോഷിച്ചു. താലൂക്ക് ഗണേശോത്സവ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന നിമഞ്ജന ഘോഷയാത്ര ഭക്തിസാന്ദ്രമായി. ഗണേശ വിഗ്രഹങ്ങൾ ഭാരതപ്പുഴയിൽ നിമഞ്ജനം ചെയ്തു. LDF സർക്കാർ മദ്യനയം തിരുത്തണമെന്ന് കേരള മദ്യനിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് ഇയാച്ചേരി രാമചന്ദ്രൻ. രാസലഹരിയാണ് പ്രശ്നമെന്ന് വരുത്തി തീർത്ത് മദ്യവ്യാപാരം സർക്കാർ കൊഴുപ്പിക്കുകയാണെന്നും ഇയാച്ചേരി രാമചന്ദ്രൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.